മുഴുവൻ ടേബിളുകളിലും EVM മെഷീൻ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേലക്കരയിലാണ് വളരെ വേഗത്തിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ ടേബിളുകളിലേക്കും EVM മെഷീനുകൾ എത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പാലക്കാട് 36 വോട്ടുകൾക്കാണ് ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുന്നത്. കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുന്നത് 36 വോട്ടുകൾക്കാണ്. മെല്ലെ ലീഡ് നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സി കൃഷ്ണകുമാർ. 36 വോട്ടുകൾക്ക് ഇപ്പോൾ BJP പാലക്കാട് മുന്നിട്ട് നിൽക്കുന്നു. 35 വോട്ടുകൾക്ക് LDF UR പ്രദീപ് ചേലക്കരയിൽ മുന്നിട്ട് നിൽക്കുന്നു. 460 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മുന്നിട്ട് നിൽക്കുകയാണ്. 460 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മുന്നിട്ട് നിൽക്കുന്നു. നേരത്തെ 117 വോട്ട് എന്ന നിലയ്ക്കാണ് ആദ്യത്തെ വിവരം വന്നതെങ്കിൽ 460 വോട്ടുകൾക്കാണ് വയനാട്ടിൽ UDF മുന്നിട്ട് നിൽക്കുന്നത്. LDF 35 വോട്ടുകൾക്ക് ചേലക്കരയിൽ മുന്നിട്ട് നിൽക്കുന്നു. BJP 36 വോട്ടുകൾക്ക് പാലക്കാട് മുന്നിട്ട് നിൽക്കുന്നു. സനീഷ്, ഈ നിമിഷം സ്ക്രീൻ 3 മുന്നണികളുടെയും ആരാധകർക്ക് പറ്റുന്ന നിലയ്ക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എത്ര സമയം ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മൂന്ന് മുന്നണികൾക്കും നിരാശയില്ലാതെ കാണാൻ കഴിയുന്ന നിലയിലേക്ക് ഇപ്പോൾ ഫ്രെയിമിൽ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. 35 വോട്ടുകൾക്ക് ചേലക്കരയിൽ UR പ്രദീപ്, 36 വോട്ടുകൾക്ക് BJP സി കൃഷ്ണകുമാർ പാലക്കാട്ട് എന്നാണ് ലീഡ് നില. 460 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് നിൽക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ കോളം ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ പോലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ അങ്ങനെ നോക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് നോക്കിവിടും. കാരണം വോട്ടുകൾ എണ്ണി കഴിഞ്ഞപ്പോഴാണ് ഈ 460 ലീഡ് എന്നുള്ളത് ഒരു ചെറിയ കാര്യം. അതെന്തായാലും വലിയ ലീഡിലേക്ക് തന്നെ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി പോയേക്കാം. അതെ, എന്തായാലും 2 ലക്ഷത്തിന് മുകളിലേക്കാണല്ലോ. 46 വോട്ടുകൾക്കാണ് UR പ്രദീപ് മുന്നിട്ട് നിൽക്കുന്നത്. 46 വോട്ടുകൾക്ക് UR പ്രദീപ് മെല്ലെ ലീഡ് നില വീണ്ടും മെച്ചപ്പെടുത്തുന്നു. UR പ്രദീപിന് 96 വോട്ടുകളും രമ്യ ഹരിദാസിന് 40 വോട്ടുകളും ബാലകൃഷ്ണന് 21 വോട്ടുകളുമാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. 46 വോട്ടുകളുടെ ലീഡ് UR പ്രദീപ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നു. UR പ്രദീപ് ആകെ 96 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 46 വോട്ടുകളുടെ ലീഡാണ് അദ്ദേഹത്തിന് രമ്യ ഹരിദാസിനേക്കാൾ ഉള്ളത്. 40 വോട്ട് ആകെ രമ്യ സമാഹരിച്ചിട്ടുണ്ട്. ബാലകൃഷ്ണൻ 21 വോട്ടുകളും. BJP മുന്നിട്ട് നിൽക്കുകയാണ്. പാലക്കാട്ട് ഇപ്പോഴും 36 എന്ന നമ്പറിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ചേലക്കരയിൽ നമ്പർ മാറിയിട്ടുണ്ട്. 46 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സമയത്ത് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്ന്, മഹാരാഷ്ട്രയിൽ ഏകപക്ഷീയമായ വലിയ വിജയത്തിലേക്ക് മഹായുതി നീങ്ങുന്നു എന്ന നിലയ്ക്കുള്ള സൂചന ആദ്യഘട്ടത്തിൽ തന്നെ ലഭിക്കുന്നു. 27 സീറ്റുകളിൽ മഹായുതി ലീഡ് ചെയ്യുമ്പോൾ മഹാരാഷ്ട്ര വികാസ് അഘാഡി 6 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ അജിത് പവാറിന്റെ കാലമാണ് വരുന്നത്. അല്ല, അതിലേക്ക് പോകാറായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതായത് അവിടെ 6 പ്രത്യേക മേഖലകളുണ്ട്. 6 മേഖലകളുടെയും രാഷ്ട്രീയം പലതരത്തിലാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും വളരെ നിർണായകമായിരിക്കും. തീർച്ചയായും. പക്ഷേ ആദ്യഘട്ടത്തിൽ 28 വോട്ട് സീറ്റുകളിലേക്ക് വീണ്ടും മഹായുതി മുന്നേറുന്നു എന്ന നിലയ്ക്കുള്ള വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നു. ഇപ്പോൾ 46 വോട്ടുകൾക്ക് UR പ്രദീപ് ചേലക്കരയിൽ മുന്നിട്ട് നിൽക്കുന്നു. 36 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ പാലക്കാട് മുന്നിട്ട് നിൽക്കുന്നു. 460 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മുന്നിട്ട് നിൽക്കുന്നു. എനിക്കൊന്ന് തോന്നുന്നു ചേലക്കരയിലേക്കൊന്ന് പോയി നേരിട്ട് ആസിഫിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കാവുന്ന. ആസിഫ്, വിവരങ്ങൾ എന്താണ്? ആസിഫിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് 46 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് UR പ്രദീപ് ചേലക്കരയിൽ. 36 വോട്ടുകളുടെ ലീഡ് നിലയാണ് പാലക്കാട്ട് സി കൃഷ്ണകുമാറിന് കാണുന്നത്. 460 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ഇവിടെ ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം 4 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. NDA 8 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണ് നമുക്കുള്ളത്. ആസിഫ്, എങ്ങനെയാണ് ചേലക്കരയിൽ നിന്നുള്ള വിവരങ്ങൾ? ചേലക്കരയിൽ അതിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക് പ്രകാരം 140 വോട്ടുകൾക്ക് ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ ലീഡ് ചെയ്യുകയാണ്. UR പ്രദീപ 119 വോട്ടുകൾ നേടിയപ്പോൾ രമ്യ 179 വോട്ടുകളാണ് നേടിയത്. ബാലകൃഷ്ണൻ 96 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു മുന്നേറ്റം, അതായത് പോസ്റ്റൽ വോട്ടുകളുടെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ 140 വോട്ടുകളുടെ ലീഡ് നിലവിൽ ചേലക്കരയിൽ LDFന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ആ ലീഡ് നില ഉയർത്തിക്കൊണ്ട് തന്നെയാണ് LDF ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. LDFന് 140 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്, അല്ലെ ലീഡുണ്ട്. ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. 140 വോട്ടുകൾക്ക് 105 എന്നാണ് കാണുന്നത്. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും. 140 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. പാലക്കാട് നിന്ന് പ്രസാദ് കൂടെ ചേർന്നു. പ്രസാദ്, 45 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ സി കൃഷ്ണകുമാർ. എന്താണ് കൂടുതൽ വിവരങ്ങൾ അവിടെ ലഭ്യമാണോ? തനിക്ക് ഇപ്പോൾ 65 വോട്ടുകളാണ്, പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണിയിട്ടുള്ളത്. അതിലാണ് 45 വോട്ടുകൾ BJP ലീഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കഴിഞ്ഞ തവണയും എല്ലാം തന്നെ 2021-ലാണെങ്കിലും 24-ലാണെങ്കിലും തന്നെ പോസ്റ്റൽ വോട്ടിലും ആദ്യ റൗണ്ടുകളിലും എല്ലാം BJP മുന്നിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് EVM 8 കൂടി തന്നെ EVMന്റെ വിശദാംശങ്ങൾ ലഭ്യമാകും. ഇപ്പോൾ 45 വോട്ടുകൾക്ക് BJP ലീഡ് ചെയ്യുന്നു.
45 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പാലക്കാട്ട്. 45 വോട്ടുകൾക്ക്, അത് പ്രതീക്ഷിച്ച ലീഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ഘട്ടത്തിൽ ഇങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് എല്ലാവർക്കും അറിയാം. 140 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ചേലക്കരയിൽ UR പ്രദീപ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് ചേലക്കര ആയതുകൊണ്ടാണ് ആ നമ്പർ 3 ഡിജിറ്റിലേക്ക് വന്നത്. അത് വെച്ച് മാത്രം LDF പ്രവർത്തകർക്ക് ചേലക്കര ഞങ്ങൾ ജയിക്കും എന്ന നിലപാടിലേക്ക് എത്താറായിട്ടില്ല. തീർച്ചയായും ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകളുടെ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് 140 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ വന്ന പോസ്റ്റൽ ബാലറ്റുകളിൽ ബഹുദൂരം മുന്നേറാൻ UR പ്രദീപിന് LDFന് കഴിഞ്ഞിരിക്കുന്നു. 182 വോട്ടുകളായി UR പ്രദീപ് ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 182 വോട്ടുകൾക്ക് UR പ്രദീപ് ചേലക്കരയിൽ മുന്നിട്ട് നിൽക്കുന്നു. ചേലക്കരയിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഇല്ല എന്ന് സൂചന നൽകിക്കൊണ്ട് UR പ്രദീപ് മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അതോടെ വലിയ മത്സരം കാഴ്ചവെക്കാൻ UDFന് കഴിഞ്ഞതാണ്. BJPയും ശക്തമായി സാന്നിധ്യം അറിയിച്ചതാണ് പ്രചാരണ രംഗത്ത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ അതൊന്നും പ്രതിഫലിച്ചിട്ടില്ല. 182 വോട്ടുകൾക്ക് LDFന്റെ ഉറച്ച കോട്ടയിൽ മുന്നേറുകയാണ് ഇപ്പോൾ UR പ്രദീപ്. അതേസമയം 460 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു. 92 വോട്ടുകൾ ലീഡ് മെച്ചപ്പെടുത്തിയിരിക്കുന്നു C കൃഷ്ണകുമാർ. പാലക്കാട് 92 വോട്ടുകൾക്കാണ് BJP മുന്നിട്ട് നിൽക്കുന്നത്. ഇതും പ്രതീക്ഷിച്ചത് തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുകയും മുൻകൂട്ടി പറയുകയും ചെയ്ത അതേ നിലക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് കാണാം. LDF മുന്നിട്ട് നിൽക്കുകയാണ് ചേലക്കരയിൽ, പാലക്കാട് BJP മുന്നിട്ട് നിൽക്കുകയാണ്, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വളരെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ലെവിൻ K വിജയൻ കൂടെ ചേർന്നു. ലെവിൻ, ചേലക്കരയിൽ എന്താണ് സംഭവിക്കുന്നത്? സനീഷ്, ഹർഷൻ, വോട്ടെണ്ണൽ അതിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യ മിനിറ്റുകൾ പിന്നിടുമ്പോൾ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഹോം വോട്ടുകളും അടക്കം എണ്ണി തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിലെ ഫലസൂചനകൾ പ്രകാരം LDF പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ലീഡിലേക്ക് ആദ്യ മിനിറ്റുകളിൽ തന്നെ കിടക്കുന്നു എന്നുള്ളതാണ്. 182 വോട്ടാണ് ചേലക്കരയിലെ ഇതിനോടകം തന്നെ എണ്ണിത്തുടങ്ങിയ ഈ പോസ്റ്റൽ ബാലറ്റുകളും ഹോം വോട്ടുകളും എണ്ണുമ്പോൾ സ്ഥാനാർത്ഥി UR പ്രദീപിന് ലഭിച്ചിരിക്കുന്നത്. രമ്യ ഹരിദാസിന് 182 വോട്ട്, ബാലകൃഷ്ണന് 113 വോട്ട് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വോട്ടെണ്ണൽ ആദ്യ മിനിറ്റുകൾ പിന്നിടുമ്പോഴുള്ള പല സൂചനകൾ, ലീഡ് വിവരങ്ങൾ. ഏതായാലും പ്രതീക്ഷിച്ച ലീഡ് തന്നെ ആദ്യഘട്ടത്തിൽ LDFന് നേടാനായി എന്നുള്ളത് തന്നെയാണ് LDF കേന്ദ്രങ്ങൾ അനുമാനിക്കുന്നത്, വിലയിരുത്തുന്നത്. കൂടുതൽ വോട്ടുകൾ EVM മെഷീനുകൾ തുടങ്ങുന്നതേയുള്ളൂ. ഈ മെഷീനുകൾ എല്ലാ 14 ടേബിളുകളിലും ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട്. ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ പല സൂചനകളുടെ EVM മെഷീനുകളുടെ വിവരങ്ങൾ നമുക്ക് നൽകാനാകും. ഏതായാലും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. വാശിയേറിയ മത്സരത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ആദ്യ മിനിറ്റുകൾ കടന്നു പോകുന്നത്. ഏറ്റവും ഒടുവിലെ വിവരം ലഭിക്കുമ്പോൾ 186 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDF ഈ പോസ്റ്റൽ വോട്ടുകൾ മറ്റും എണ്ണുമ്പോൾ ലഭിച്ചിരിക്കുന്നത്. UR പ്രദീപിന് 402 വോട്ട് എന്നുള്ള നിലയിലും രമ്യ ഹരിദാസിന് 216 വോട്ട് എന്ന നിലയിലും K ബാലകൃഷ്ണന് 128 വോട്ടുകൾ എന്നുള്ള 1332 വോട്ടുകൾക്കാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 1332 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. 186 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി ചേലക്കരയിൽ മുന്നിട്ട് നിൽക്കുന്നു. BJP സ്ഥാനാർത്ഥി 102 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും NDA മുന്നേറ്റം തുടരുന്നു, അല്ലെങ്കിൽ മുന്നേറ്റം തുടങ്ങി എന്ന നിലക്കുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. പക്ഷേ